എന്താ ദേവു, നീ എന്താ കൊച്ചുകുട്ടിയാണോ? ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കാൻ? മനസ്സിലാവുന്നുണ്ട്, പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. കൊച്ചുകുട്ടിയല്ലാത്തതുകൊണ്ട് വാശി പിടിച്ച് കരയുന്നില്ല, അതുപോരെ? അത് പോരാ, വാശി പിടിച്ച് കരയുന്നതിനേക്കാൾ കഷ്ടമാണ് നീ കാണിക്കുന്നതൊക്കെ. എന്ത് കാര്യത്തിനാ നീ ഇപ്പൊ ജോലിയൊക്കെ വേണ്ടെന്ന് വെക്കുന്നത്? അത് കിട്ടാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടതാ നീ. കഷ്ടപ്പാട് നോക്കി അതിനൊന്നും കണക്കില്ല കിട്ടും. പിന്നെ കിട്ടിയത് പലതും നഷ്ടപ്പെടുത്തിയതാ ഞാൻ. പിന്നെ ഈ ജോലി മാത്രമായിട്ട് എന്തിനാ? ഇത് വേണ്ടെന്ന് വെക്കുന്നതാ നല്ലത്. വിഡ്ഢിത്തരം പറയാതിരിക്കൂ ദേവുനി. മറ്റുള്ളവരോടുള്ള വാശി തീർക്കുന്നത് സ്വന്തം ജീവിതം വെച്ചിട്ടല്ല. ഞാനും പറഞ്ഞു ഉള്ളത് കേൾക്കണ്ടേ? മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ച അതുപോലെ തന്നെ നടക്കണം. വേണ്ട, മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമെങ്കിലും നടക്കണം. ഒന്നും നടന്നിട്ടില്ലെങ്കിൽ അതിന് മറ്റാരും കാരണക്കാരല്ല. അറിയാം, എന്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഞാൻ തന്നെയാ കാരണം. അതുകൊണ്ട് ഞാൻ മറ്റാരും കുറ്റപ്പെടുത്തുന്നില്ലല്ലോ. എന്റെ വഴി ഞാൻ തെരഞ്ഞെടുത്തു. ഇപ്പോ അതിൽ നിന്നും ഇനി എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇതാണോ ദേവു, ജോലി കളയുന്നതാണോ ശരിയായ വഴി? ജോലി കളയുന്നത് മാത്രമല്ല, ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു പോകുന്നത് ഇപ്പോഴത്തെ ശരി. ഞാൻ നിങ്ങളോട് എന്താ കല്യാണി പറയേണ്ടത്? സ്വന്തം അഭിപ്രായത്തിന് വേണ്ടി വാശി പിടിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിച്ചു ഇങ്ങോട്ട് വന്നേ. ഞാൻ പറയാതെ തന്നെ കിച്ചുവിന് അറിയും ദേവുവിന്റെ സ്വഭാവം. അവള് ജോലി കളയുമെന്ന് പറഞ്ഞ കളയും, വീടുപേക്ഷിച്ച് ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ പോകുന്നു പറഞ്ഞാ പോവും. അതുകൊണ്ടാ ഞാൻ കിച്ചുവിനെ വിളിച്ചത്. കല്യാണി, നീ പറയുന്ന കേട്ടതൊന്നും ഞാനാ ഇതിനൊക്കെ കാരണമെന്ന്. ഒരു പരിധി വരെ കിച്ചു തന്നെ കാരണം. മനസ്സിലായില്ല? ഞാൻ പെങ്ങളാണെന്ന വിവരം എന്തുകൊണ്ട് കിച്ചു അവളോട് പറയാതിരുന്നത്? ദേവിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും സംശയിക്കും. തെറ്റിദ്ധരിച്ച് പോലീസ് വരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴെങ്കിലും പറഞ്ഞുകൂടായിരുന്നു. അതൊക്കെ പോട്ടെ, ഇപ്പോ രണ്ടാമത് കിച്ചു അവളുടെ ജീവിതത്തിലേക്ക് വന്ന എന്തിനാ? വന്നാലല്ലോ, വെട്ടുകത്തിയുടെ മുന്നിൽ നിന്ന് അവളെ രക്ഷിച്ചത് തെറ്റായിപ്പോയോ? അതെ, തെറ്റായിപ്പോയി. ആത്മാർത്ഥമില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും ആവട്ടെന്ന് കരുതി കണ്ണടച്ച് കടന്നു കളയണമായിരുന്നു. കല്യാണി, ഒരു മനുഷ്യനാണ് ഞാൻ. ആപത്ത് സമയത്ത് മനുഷ്യത്വം കാണിച്ചു പോകും. എന്നാ ആ മനുഷ്യത്വം അല്പമെങ്കിലും ഇപ്പോഴും കാണിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ എന്ത് വേണമെന്ന് നീ പറയുന്നത്? ദേവിനെ രക്ഷിക്കണം. അവള് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണമെങ്കിൽ കിച്ചുള്ള വിവാഹം കഴിച്ചേ പറ്റൂ. ഒരു അടി ഞാൻ വെച്ചെന്നുണ്ടല്ലോ. ഇതുപോലെ നീ എന്റെ പിറകെ കരഞ്ഞു വിളിച്ചറിഞ്ഞ ഓർമ്മയുണ്ടോ? ഗ്രീഷ്മയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. അവസാനം മനസ്സിലൊരു നോക്കമില്ലായിരുന്നു ഞങ്ങളെ. പറഞ്ഞു പറഞ്ഞ് ഈ രീതിയിലാക്കിയത് നീയാ. എന്നിട്ടിപ്പോ നിന്ന് പ്രസംഗിക്കുന്നോ? എനിക്കറിയാം കിച്ചുന്റെ വിഷമം. പക്ഷേ ദേവിനെ രക്ഷിക്കാൻ വേറൊരു വഴി കാണുന്നില്ല ഞാൻ. വഴി കാണുന്നില്ലെങ്കിൽ അത് വിധിയാണ് കല്യാണി. അനുഭവിച്ചേ തീരൂ. അല്ലാതെ വാക്കൊടുത്ത പെണ്ണിനെ ചതിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കിച്ചു, ഞാൻ പറയുന്നത്... വേണ്ട, ഇതൊഴിച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഗ്രീഷ്മയോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ കിച്ചു. ഗ്രീഷ്മയോട് പറയാം, പക്ഷേ എന്നോടാര് പറയും? അവളെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. അതുപോലെ ഇനി ഒരാളെയും സ്നേഹിക്കാൻ പറ്റില്ല എനിക്ക്. അപ്പോ എന്റെ അനിയത്തിയുടെ ജീവിതം ഇങ്ങനെ നഷ്ടപ്പെട്ടു. അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് നടന്നില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിധിയാണെന്ന് കരുതി സമാധാനിക്ക. എന്റെ ദേവുനെ അങ്ങനെ കൈവിട്ട് കളയാനൊന്നും എനിക്ക് പറ്റില്ല. ഇതാണ് നിന്റെ കുഴപ്പം. സ്വന്തം അനിയത്തിക്ക് വേണ്ടി മറ്റൊരു പെണ്ണിനെ ദ്രോഹിക്കാൻ ശ്രമിക്കാൻ നീ. ആരും ദ്രോഹിക്കാനല്ല, ദേവുനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനാ. അതാ ഞാൻ പറഞ്ഞത്. ദേവു മാത്രമാണ് നിനക്ക് പ്രധാനം. നിന്റെ ജീവിതത്തിൽ നിന്നും അവളാ നിന്റെ വീക്ക്നെസ്. ലോകത്ത് ഏറ്റവും കൂടുതൽ നീ ഇഷ്ടപ്പെടുന്നതും അവളെയാ. സുകുമാരനും നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുമൊക്കെ അത് കഴിഞ്ഞേ വരൂ എന്ന് വെച്ച് എല്ലാവരും അങ്ങനെയാണെന്ന് ധരിക്കരുത്. എനിക്കൊരു ദേഷ്യവുമില്ല ദേവനോട്. പക്ഷേ സ്നേഹിക്കുന്ന ഗ്രീഷ്മയെ കല്യാണം കഴിക്കാൻ പോകുന്നതും.